വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ സമരം. നിർമ്മാണ പ്രവൃത്തികൾ ഇതുവരെ ആരംഭിച്ചില്ലെന്ന് ആരോപിച്ചാണ് കുടിൽകെട്ടി സമരം പ്രവർത്തകർ ആരംഭിച്ചത്. കോൺഗ്രസിന്റെ ഭൂമിയിൽ കുടിൽ കെട്ടിയവരെ അടിച്ചോടിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കഴിഞ്ഞ ഫെബ്രുവരി 26-നായിരുന്നു ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും സ്ഥലമൊരുക്കൽ ഒഴികെ നിർമ്മാണ പ്രവർത്തികളൊന്നും ആരംഭിക്കാത്തതാണ് രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. ഉരുൾ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വേഗത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനം നുണയാണെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. തുടർന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിൽ കുന്നമ്പറ്റയിലെ കോൺഗ്രസിന്റെ ഭൂമിയിൽ പ്രതീകാത്മക കുടിൽകെട്ടി സമരം നടത്തിയത്. സംസ്ഥാനത്താകമാനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഇങ്ങനെ ഇവരുടെ ഈ കള്ളത്തരം, ഈ പണം പിരിച്ചു മുക്കി നുണ പറഞ്ഞു നടക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ കുടിൽ കെട്ടി സമരം നടത്താൻ പോവുകയാണ്. പ്രതിഷേധം അവസാനിച്ചതിന് പിന്നാലെ ഭവന പദ്ധതിയുടെ സമീപത്ത് നിർമ്മിച്ച കുടിൽ പോലീസ് പൊളിച്ചു മാറ്റി. തങ്ങളുടെ ഭൂമിയിൽ സമരം നടത്തിയവരെ അടിച്ചോടിക്കണമെന്നായിരുന്നു വിഷയത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. അടിച്ചോടിക്കണം, ഞങ്ങളുടെ സ്ഥലമാണ്, നമ്മുടെ വീടിൻ്റെ അകത്ത് വന്ന് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലും കുടിലേറ്റി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കൂലേ? ദുരന്തബാധിതർക്കായി പിരിച്ചെടുത്ത തുക എവിടെയാണെന്നും നിർമ്മാണ പ്രവർത്തികൾ എന്ന് ആരംഭിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. റിപ്പോർട്ടർ, വയനാട്.